ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ഞങ്ങൾ രാത്രി കോഴിക്കോട് തന്നെയാണ് സ്റ്റേ എടുത്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കുവേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് കോഴിക്കോട് ബീച്ചും സ്നാക്സും ഒക്കെയാണല്ലേ. ഈ ഒരു റിസോർട്ടിന്റെ തൊട്ട് താഴത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നേ. നമ്മൾ അവിടെ വന്നിട്ട് ചായയും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു. ഞങ്ങൾ ഈ ഒരു റിസോർട്ടിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് കോഴിക്കോട് വരുമ്പോൾ ഒത്തിരി കടകളുണ്ടല്ലോ കഴിക്കാനായിട്ട്, ഒത്തിരി ഡിഫറെന്റ് ടൈപ്സിലുള്ള സ്നാക്സും പലഹാരങ്ങളും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളിൽ ഒന്നാണ് ഈ ഒരു കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു കോഴിക്കോട് ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വ്യാപാരത്തിനും കടൽ ഗതാഗതത്തിനും കോഴിക്കോട് ബീച്ച് പ്രധാന കേന്ദ്രമായിരുന്നു. ഇപ്പൊ രാവിലെ ഏകദേശം ഒരു 9:30 ആയിട്ടുള്ള, ഇപ്പോഴും ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാരഗണിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഭക്ഷണപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറന്റുകളിൽ ഒന്നാണ് ഈ ഒരു പാരഗൺ റെസ്റ്റോറന്റ്. 1939 ആരംഭിച്ച ഈ ഒരു ഹോട്ടൽ മലബാർ ഭക്ഷണത്തിന്റെ അഭിമാന ചിഹ്നമായാണ് മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മർക്കസ് നോളജ് സിറ്റിയിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ മനോഹരമായ പ്രദേശത്താണ് ഈ ഒരു മെഗാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാഭ്യാസം, IT, ബിസിനസ്, താമസം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു സ്മാർട്ട് സിറ്റിയായി ഇത് വികസിപ്പിച്ചു വരികയാണ്. ഈ ഒരു പള്ളിയുടെ അകം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എന്റെ ബ്രദറും അജായിക്കായും എന്റെ വാപ്പയും കൂടിയാണ് അകത്ത് കയറിയത്. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇതിന്റെ അകം കാണാനായിട്ട്. അപ്പൊ ഈ ഒരു റൂട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പള്ളിയിൽ കയറി നോക്കണേ. മോഡേൺ ഇസ്ലാമിക് ആർക്കിടെക്ചർ പ്ലസ് കേരള ട്രഡീഷണൽ സ്റ്റൈൽ ചേർന്ന ഒരു ഡിസൈൻ ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്.
ഇപ്പൊ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഈ ഒരു റെസ്റ്റോറന്റിന്റെ പേര് ഉടുപ്പി റെസ്റ്റോറന്റ് എന്നാണ്. അപ്പൊ നമുക്ക് കഴിക്കാം. സദ്യയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിച്ചത്. ഇനി താമരശ്ശേരി ചുരം കയറി നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇതിന് ടോട്ടല് 9 കുത്തനെയുള്ള ഹെയർ പിൻസ് വളവുകളാണുള്ളത്. ടോട്ടല് 2.5 to 3 മണിക്കൂറുണ്ട് നമ്മൾ ഈ ഒരു ചുരം കയറി മുകളിലെത്താനായിട്ട്. ഇപ്പം ചുരം കയറുന്ന ടൈമില് റോഡ് സൈഡിലൊക്കെ കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് മൂന്നാറ് പോയിരുന്നു. പക്ഷെ റോഡ് സൈഡിലൊന്നും ഒരൊറ്റ കുരങ്ങന്മാരെ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അവിടെ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കും കാണാതിരുന്നത്. ആ കാണുന്നത് മർക്കസ് നോളജ് സിറ്റി ആണ്. ഇപ്പൊ നമ്മൾ പോയിട്ട് വന്നില്ലേ, ആ ഒരു സിറ്റിയാണ് കാണുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തേ മുകളിലെത്താനായിട്ട്. കാരണം വരുന്ന വഴിക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ വെക്കേഷൻ ടൈം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് എല്ലായിടത്തും. ഇനിയിപ്പോ നമുക്ക് അടുത്തതായിട്ട് എന്നൂര് കാണാനായിട്ട് കയറാം. ഇവിടെയും നല്ല തിരക്കാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് ജീപ്പിലാണ് ഓഫ് റോഡ് വഴി ആ ഒരു എന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങള് നാളെ പോവാന്ന് വെച്ചു. ഞങ്ങളപ്പോ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ പോകുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ വയനാട്ടിലെത്തിയപ്പോഴേക്കും ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ് വയനാട്ടില്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സിപ്പ് ലൈനും സ്കൈ സൈക്കിളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ലോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.